അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ വർഷമാണിത്. ഗണപതി ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറ്റി അഭിവൃദ്ധിയും കുടുംബ സൗഖ്യവും നൽകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ ഫലങ്ങൾ. സന്താനങ്ങളുടെ തിരിച്ചറിവോടെയുള്ള പെരുമാറ്റം ഏറെ സന്തോഷിപ്പിക്കും. സാഹിത്യം, കല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായ കാലമാണ്. ഉന്നത ബന്ധങ്ങൾ ജീവിതത്തിൽ ഏറെ പ്രയോജനകരമാകുന്ന കാലഘട്ടമാണ്. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. നിശ്ചയദാർഢ്യത്തോടുകൂടി എന്തിനേയും നേരിടുവാനുള്ള മനസ്സ് കൈവരും. ജോലിയിൽ കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ വൈകും. വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണിത്. ഗ്രഹയോഗം കാണുന്നു. പരിഹാരം: പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലെ ഫലങ്ങൾ. ദീർഘനാളായി തുടർന്നു വന്നിരുന്ന പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും ഫലമായി സന്താന സൗഭാഗ്യം ലഭിക്കും. ജോലിസ്ഥലത്ത് വന്നു ചേരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുടെ അപ്രീതിക്ക് പാത്രമാകും. ഇൻ്റർവ്യൂകളിൽ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുന്ന കാലമാണ്. വീട് മാറി താമസിക്കേണ്ടി വരും. ആരോഗ്യകരം തൃപ്തികരമായ കാലമാണ്. പരിഹാരമായി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. മാതാവിൻ്റെ ആരോഗ്യനില വഷളാകും. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കഠിന പ്രയത്നങ്ങൾ ഫലം കണ്ടു തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല. ജോലിസ്ഥലത്ത് മാനസിക സംഘർഷം നേരിടും. പാവങ്ങൾക്ക് തന്നാലാകുന്ന സഹായം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. ഗർഭിണികൾക്ക് നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ഗ്രഹത്തിൻ്റെ മൂടിപിടിപ്പിക്കൽ, പുതിയ ഗ്രഹത്തിൻ്റെ നിർമ്മാണം ഇവ തുടങ്ങിവെക്കും. കാർഷിക അഭിവൃദ്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയം അല്ല. പരിഹാരമായി ദേവീക്ഷേത്ര ദർശനം നടത്തുക. രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് യോജിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. വിവാഹം നീട്ടിവെക്കേണ്ട സാഹചര്യം വന്നു ചേർന്നേക്കാം. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം അനുഭവിക്കാം. ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. വിട്ടുവീഴ്ച മനോഭാവം എല്ലാ കാര്യത്തിലും അനിവാര്യമാണ്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. തങ്ങളുടെ അശ്രദ്ധ മൂലം കേസുകളിൽ ചെന്നുവിടാൻ സാധ്യതയുണ്ട്. പരിഹാരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തുക.